ഹലോ ഗൈസ്, അടുത്ത ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഓഫ് ലാൻഡ് ലോയിൽ. ഇതിൽ പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാവുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് എന്നത് രണ്ട് മീനിങ്ങാണ് ഉള്ളത്. അതായത് ഫിസിക്കൽ തിങ്, നമ്മൾ കാണുന്നതും തൊടാൻ പറ്റുന്നതും ഭൂമിയാണ്. ലീഗൽ റിലേഷൻഷിപ്പാണ് അടുത്തത്. അതായത് ഭൂമിയുടെ ഓണർ ആരാണെന്നും ആർക്കൊക്കെ എന്തെല്ലാം ലീഗൽ റൈറ്റ്സ് ഉണ്ടെന്നാണ്. ലാൻഡ് എന്നാൽ മണ്ണ് മാത്രമല്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോറസ്റ്റ്, വെറ്റ് ലാൻഡ്, അഗ്രികൾച്ചർ ലാൻഡ്, ബാരൻ ലാൻഡ്, ഭൂമിയിലേക്ക് മുകളിലുള്ളത് ട്രീസ്, ബിൽഡിങ്, എയർ സ്പേസ്, ഭൂമിയിലേക്ക് താഴെ ഉള്ളത് മിനറൽസ്, അണ്ടർഗ്രൗണ്ട് സോഴ്സ്. സ്റ്റേറ്റിൻ്റെ 4 എസെൻഷ്യൽ എലമെൻറ്റ്സിൽ ഒന്നും ലാൻഡ് ആണെന്നാണ് പറയുന്നത്. അടുത്താണ് ലാൻഡിൻ്റെ ലീഗൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലാൻഡിൻ്റെ ലീഗൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഒരാളുടെ ഓണർഷിപ്പിൽ വന്നാൽ മാത്രം അത് ലീഗൽ കൺസെപ്റ്റ് ആകും. അപ്പോൾ ലോ ഡിസൈഡ് ചെയ്യുന്നു ഓണർ ആരാണ്, യൂസ് ചെയ്യാൻ ആർക്കൊക്കെ റൈറ്റ് ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ ആർക്കൊക്കെ റൈറ്റ് ഉണ്ടെന്ന് പറയുന്നു. അടുത്താണ് റസ് നള്ളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ് നള്ളീസ് എന്നാൽ ആരുടെയും പ്രോപ്പർട്ടി അല്ലാത്ത വസ്തു ഓണർ അല്ലാതെ കൊണ്ട് ലീഗൽ റിലേഷൻഷിപ്പ് ഇല്ല. എക്സാമ്പിളാണ് ഓണർ ഇല്ലാത്ത ഐലൻഡ്. പിന്നെ റസ് കമ്മ്യൂണീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ് കമ്മ്യൂണീസ് എന്നാൽ എല്ലാവർക്കും കോമണായി യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സ് ആണ്. എക്സാമ്പിളാണ് എയർ, സീ, ഹൈ സീസ്. പിന്നെ ഡോക്ട്രൈൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ്, അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് പബ്ലിക് റിസോഴ്സസ് ജനങ്ങളുടേതാണ്, ഗവൺമെൻറ് ട്രസ്റ്റീസ് മാത്രമാണ്, ഗവൺമെൻറ്റിന് ഇത് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സാൽമണ്ട് പറയുന്നത് ലോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് റൈറ്റ്സ്. ലോ ഓണർഷിപ്പിൻ്റെ ഒരു പ്രൊപ്പറേറ്ററി റൈറ്റ്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പ്രൊപ്പറേറ്ററി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പർട്ടി റൈറ്റ് എന്നാൽ പ്രോപ്പർട്ടിയിലെ ലീഗൽ ഓണർഷിപ്പ്, അതായത് ഓണർക്ക് യൂസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും സെല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. പിന്നെയാണ് പറയുന്നത് മാക്സിമിനകത്ത് പറയുന്നത് ഈ ലാറ്റിൻ മാക്സിമിൻ്റെ മീനിങ് ആരുടെ ഭൂമിയാണോ അതിൻ്റെ മുകളിലുള്ളതും അവരുടേതാണെന്നാണ് പറയുന്നത്. പിന്നെ പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി എന്ന വേർഡ് പ്രൊപ്പീരിയസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഓണർഷിപ്പിലുള്ള വസ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ്, ട്രിനിറ്റി ഓഫ് റൈറ്റ്സ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് യുട്ടേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ്, ജസ്റ്റ് ഫ്രൂവേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ്. എക്സാമ്പിൾ ഹൗസ് റെൻറ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ്, ഷെയർ ഡിവിഡൻറ്റ്. പിന്നെ ജസ്റ്റ് അബുറ്റെൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനും സെല്ല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ആവശ്യം എങ്കിലും ഡിസ്ട്രോയ് ചെയ്യാനുമുള്ള റൈറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ പൊസഷനിൽ പറയുന്നത് പൊസഷൻ എന്നാൽ ലാൻഡിൻ്റെ ആക്ച്വൽ ഫിസിക്കൽ കൺട്രോള് പൊസഷൻ ഓണർ ആണെന്നുള്ള പ്രൈം ഫേസി എവിഡൻസ് ആണ്. പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പല സമയത്തും ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ എന്നാൽ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ലീഗൽ ബേസിക്സ് സാൽമണ്ട് പറയുന്നതാണ്. എല്ലാ ലീഗൽ റൈറ്റ്സിനും ഒരു ടൈറ്റിൽ ഉണ്ട്. ബയ്യറിൻ്റെ ഒറിജിനൽ ഓണർ ആരാണെന്ന് മനസ്സിലാക്കാൻ ടൈറ്റിൽ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഈസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്മെൻ്റ് എന്നാൽ മറ്റൊരാളുടെ ലാൻഡിൽ കിട്ടുന്ന സ്പെഷ്യൽ റൈറ്റാണ്. ഡോമിനൻ്റ് ടെൻമെൻറ്റ് ബെനിഫിറ്റ് കിട്ടുന്ന ലാൻഡ്. പിന്നെ സെർവിയൻ ടെൻമെൻറ്റ്, അതായത് ബർഡൻ വഹിക്കുന്ന ലാൻഡ്. ഇതിൻ്റെ എക്സാമ്പിളാണ് റൈറ്റ് ഓഫ് പാത്വേ എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് മോർഗേജിൽ പറയുന്ന ലോൺ വാങ്ങുന്നതിന് സെക്യൂരിറ്റി ആയിട്ട് ലാൻഡ് പണയം വയ്ക്കുന്നതിന് മോർഗേജി എന്നാണ് പറയുന്നത്. പിന്നെ റെസ്ട്രിക്റ്റീവ് കോവിനൻറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും എന്നതിൽ റെസ്ട്രിക്ഷൻ ഇടുന്ന എഗ്രിമെൻ്റ് ആണ് റെസ്ട്രിക്റ്റീവ് കോവിനൻറ്റ്. പിന്നെ പറയുന്നത് പ്രോഫിറ്റ് പ്രിൻ്റർ, അതായത് മറ്റൊരാളുടെ ലാൻഡിൽ കയറി അവിടെ നിന്ന് ടിമ്പർ, ഗ്രാസ്, ഫിഷ് പോലുള്ള വസ്തുക്കൾ എടുക്കാനുള്ള റൈറ്റാണ് പ്രോഫിറ്റ് പ്രിൻ്റ് എന്ന് പറയുന്നത്. പിന്നെയാണ്
ഇൻകുംബറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകുംബറൻസ് എന്നാൽ ലാൻഡിൻ്റെ മേളിൽ വരുന്ന ലീഗൽ ബർഡൻ. എക്സാമ്പിൾസ് ആണ് മോർഗേജ്, റെസ്ട്രിക്റ്റീവ് കൺവീനൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലാൻഡ് ലോയിൽ പഠിക്കുന്നത് റൈറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, പിന്നെ റൈറ്റ്സ് ലാൻഡ് യൂസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി, അതിൽ പറയുന്നത് ലാൻഡ് 2 ടൈപ്പാണ്, പ്രൈവറ്റും പബ്ലിക് പ്രോപ്പർട്ടിയും. ഡോക്ട്രിൻ ഓഫ് എമിനൻറ്റ് ഡൊമൈൻ, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് എമിനൻറ്റ് ഡൊമൈൻ എന്ന ഗവൺമെൻറ്റിന് പബ്ലിക് പർപ്പസിന് വേണ്ടി ഓണറുടെ കൺസെൻറ്റ് ഇല്ലെങ്കിലും പ്രൈവറ്റ് ലാൻഡ് അക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ്റിന് ജസ്റ്റ് കോമ്പൻസേഷൻ, ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം. എക്സാമ്പിൾ റോഡ്, റെയിൽവേ, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്. ഓൾഡ് ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894 ഈ ഡോക്ട്രിനെ അടിസ്ഥാനം ആക്കിയാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് പറയുന്നു. ഇനി അടുത്താണ് സീലിംഗ് ഏരിയ എന്ന് പറയുന്നത് സെക്ഷൻ 82, 83, 84 ആൻഡ് 85 ആൻഡ് 88. ഇനി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഒരു വ്യക്തിക്ക്, ഫാമിലിക്കോ നിയമം അനുവദിക്കുകയോ അനുവദിക്കുന്ന പരമാവധി ഭൂമിയാണ്. ഈ ലോയിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം ഭൂമി കൊടുക്കേണ്ടിയിരിക്കുന്നത് തടയുക എന്നതാണ്. സെക്ഷൻ 83 പ്രകാരം ഒരാൾക്ക് ഓണറായിട്ടും പൊസഷനിലും മോർഗേജിലും സീലിംഗ് ലിമിറ്റിനേക്കാൾ കൂടുതൽ ലാൻഡ് വെച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ. എക്സാമ്പിൾ ലോ 10 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ് അനുവദിച്ചാൽ 15 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ് വെച്ചിരിക്കാൻ പറ്റില്ല. എക്സ്ട്രാ ലാൻഡ് ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ സീലിംഗ് ഏരിയ ഫിക്സഡ് അണ്ടർ സെക്ഷൻ 82 പറയുന്നത് അഡൾട്ട് അൺമാരിഡ് പേഴ്സൺ അല്ലെങ്കിൽ സോൾ സർവൈവിങ് ഫാമിലി മെമ്പേഴ്സ്. ഇതിൽ ഒരു അഡൾട്ട് അൺമാരിഡ് പേഴ്സൺ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരാൾ മാത്രം ബാക്കി ഉള്ളെങ്കിൽ സീലിംഗ് 5 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ്, മിനിമം 6 ഏക്കേഴ്സ്, മാക്സിമം 7.5 ഏക്കേഴ്സ്. പിന്നെ ഫാമിലി വിത്ത് 2 to 5 മെമ്പേഴ്സ് ആണെങ്കിൽ 2 മുതൽ 5 വരെ മെമ്പേഴ്സിലുള്ള ഫാമിലിക്ക് സീലിംഗ് 10 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ്, പിന്നെ മിനിമം 12 ഏക്കേഴ്സ്, മാക്സിമം 15 ഏക്കേഴ്സ്. പിന്നെ ഫാമിലി വിത്ത് മോർ ദാൻ 5 മെമ്പേഴ്സ് ആണെങ്കിൽ ഫാമിലിക്ക് 7 മെമ്പേഴ്സ്, അതായത് 12 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ് വേണം. അതായത് 5ൽ കൂടുതൽ മെമ്പേഴ്സുള്ള ഫാമിലിക്ക് ആദ്യം 10 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ്, പിന്നെ 5ൽ കൂടുതൽ ഓരോ മെമ്പേഴ്സിനും 1 സ്റ്റാൻഡേർഡ് ഏക്കർ വീതം ആഡ് ചെയ്യണം. മിനിമം 12 ഏക്കർ, മാക്സിമം 20 ഏക്കർ. എക്സാമ്പിളാണ് 7 മെമ്പർ ഉണ്ടെങ്കിൽ 10 + 2 12 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സാണ്. പിന്നെ പറയണം അതർ പേഴ്സൺ നോട്ട് ജോയിൻറ്റ് ഫാമിലി, അതായത് ജോയിൻറ്റ് ഫാമിലി അല്ലാത്ത മറ്റെന്തെങ്കിലും വ്യക്തിക്ക് സീലിംഗ് 10 സ്റ്റാൻഡേർഡ് ഏക്കേഴ്സ്, മിനിമം 12 ഏക്കേഴ്സ്, മാക്സിമം 15 ഏക്കേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അടുത്താണ് ലാൻഡ് എക്സംപ്റ്റഡ് ഫ്രം സീലിംഗ്. അതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 81 പ്രകാരം സീലിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ലാൻഡ് ഇൻക്ലൂഡ് ചെയ്യില്ല. അതായത് ഗവൺമെൻറ് ലാൻഡ്, കോർട്ട് ഓഫ് വാർഡ് ലാൻഡ്, മിൽസ്, ഫാക്ടറീസ്, വർക്ക്ഷോപ്സ് ഉള്ള ലാൻഡ്, പിന്നെ പ്രൈവറ്റ് ഫോറസ്റ്റ്, പ്ലാന്റേഷൻസ്, കാഷ്യൂ എസ്റ്റേറ്റ്, പെപ്പർ ആൻഡ് അറേക്ക നട്ട് ഗാർഡൻസ് 1969 ഇത് ഒമിറ്റ് ചെയ്താണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മോർഗേജ് ലാൻഡ്, പിന്നെ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വാങ്ങിയ ലാൻഡ്, പിന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വാങ്ങിയ ലാൻഡ്, പിന്നെ ഇൻഡസ്ട്രിയൽ ലാൻഡ്, കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിൻ്റെ ലാൻഡ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്താണ് എക്സസ് ലാൻഡ്. സെക്ഷൻ 84 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 84 പ്രകാരം സീലിംഗ് ലിമിറ്റിനേക്കാൾ കൂടുതൽ ലാൻഡ് വെച്ചിരിക്കാൻ പറ്റില്ല. എക്സ്ട്രാ ലാൻഡ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യണം. ആളുകൾക്ക് കോമ്പൻസേഷൻ ലഭിക്കും. പിന്നെ കോമ്പൻസേഷൻ സെക്ഷൻ 85 തുടങ്ങി 88 പ്രകാരം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി പ്രൊസീജിയർ ഫോർ സറണ്ടർ എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ലാൻഡ് ഉള്ള വ്യക്തി സെക്ഷൻ 83 പറഞ്ഞ ഡേറ്റ് മുതൽ 3 മന്ത്സിനുള്ളിൽ ലാൻഡ് സറണ്ടർ ചെയ്യണം. പിന്നെ ലാൻഡ് ട്രിബ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ലാൻഡ് ട്രിബ്യൂണലിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ലാൻഡിൻ്റെ ലൊക്കേഷൻ, ലാൻഡിൻ്റെ എക്സ്റ്റെൻറ്റ്, ആവശ്യമായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ്, സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാൻഡിൻ്റെ വിവരങ്ങൾ. സ്റ്റേറ്റ് ഇപ്പോൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത്
താലൂക്ക് ലാൻഡ് ബോർഡ് അല്ലെങ്കിൽ ലാൻഡ് ബോർഡിനെ അറിയിക്കണം. പിന്നെ എൻക്വയറി നടത്തിയതിന് ശേഷം ലാൻഡ് ബോർഡ് എത്ര ലാൻഡ് സറണ്ടർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഇനി കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റിൽ പറയുന്നത് കേരളയിൽ അതിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ടി നോക്കാം. കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് എന്ന കടൽ തീര പ്രദേശങ്ങൾ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പ്ലാൻ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന കേരളയ്ക്ക് 590 കോസ്റ്റ് ലൈൻ ഉണ്ട്. അവിടുത്തെ ജനവാസം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും ബാലൻസ് ചെയ്യുന്നു. സ്ട്രിക്റ്റ് ലോസ് വേണം. ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചിൽ എല്ലാവരും ഇഷ്ടം പോലെ ഹോട്ടൽസും ഫാക്ടറീസും ബിൽഡിങ്സും പണിയാൽ ബീച്ചും കടലും നഷ്ടം ആകും. അതുകൊണ്ട് ഗവൺമെൻറ് റൂൾസ് ഉണ്ടാക്കി കോസ്റ്റ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ. അതിൽ പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം CRZ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രീസ്, ടൂറിസം, മറ്റ് കോസ്റ്റൽ ആക്ടിവിറ്റീസാണ്. രണ്ടാമത്തെയാണ് കേരള കോസ്റ്റ് മാനേജ്മെൻറ്റ് അതോറിറ്റി KLZMA. അതായത് KZMA ആണ് കേരളയിലെ CRZലെ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അതോറിറ്റി. പിന്നെ പറയുന്നതാണ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ. ഇതിൽ പറയുന്നതാണ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ. പിന്നെ MOEFCC അപ്രൂവ് ചെയ്യുന്ന പ്ലാനാണ് ഇത് കോസ്റ്റ് ഏരിയാസ്, അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അപ്രൂവ് ചെയ്യുന്ന പ്ലാനാണ്. ഇതിൽ കോസ്റ്റൽ ഏരിയ ആയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യണം. പിന്നെ ഇവിടെ അത് ആക്ടിവിറ്റീസ് അലോ ചെയ്യണം. അതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റൽ മാനേജ്മെൻറ്റ് അതിൽ പറയുന്നതാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ. ഒന്നാമത്തെ ഇതിൽ പറയുന്നത് അത് CRZ 1 ഏറ്റവും സെൻസിറ്റീവ് എൻവയോൺമെൻറ്റൽ ഏരിയ ആണ്. എക്സാമ്പിളാണ് മാംഗ്രൂവ്സ്, കോറൽ റീഫ്സ്, പിന്നെ സാൻഡ് ഡൻസ്, മഡ് ഫ്ലാറ്റ്സ്, ടർട്ടൽ നെസ്റ്റിംഗ് ഏരിയാസ്. ഇവിടെ കൺസ്ട്രക്ഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ അലോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. പിന്നെ CRZ2 അർബൻ ഏരിയാസിൽ പറയുന്നത് CRZ2 എന്നത് ഓൾറെഡി ഡെവലപ്ഡ് സിറ്റി അല്ലെങ്കിൽ ടൗൺ ഏരിയാസ് ആണ്. എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച് കൺസ്ട്രക്ഷൻ അലോ ചെയ്യും. ഡെവലപ്മെൻറ്റ് മെയിൻലി ലാൻഡ് വാർഡ് സൈഡിലാണെന്ന് പറയുന്നു. പിന്നെ CRZ3 പറഞ്ഞ റൂറൽ ഏരിയാസ് ആണ്. അതായത് റൂറൽ ഏരിയാസ് ആണ്. ഹൈ ടൈഡ് ലൈൻ അടുത്തുള്ള കൺസ്ട്രക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. നോ ഡെവലപ്മെൻറ്റ് സോണ് പുറത്ത് മാത്രം അലോ ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ CRZ4 അതിൽ പറയുന്നത് വാട്ടർ ഏരിയാസ് ആണ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ CRZ4 ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വരെയുള്ള വാട്ടർ ഏരിയ ആണ്. ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് ഫിഷിങ്, മറൈൻ ട്രാൻസ്പോർട്ട്, വേസ്റ്റ് ഡിസ്പോസൽ ഇതൊക്കെ ലക്ഷ്യമാക്കി മറൈൻ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റൽ മാനേജ്മെൻറ്റ്. പ്രൊട്ടക്റ്റ് ഫ്രാഗിൽ കോസ്റ്റൽ എക്കോസിസ്റ്റം, അതായത് മാംഗ്രൂവ്സ്, വെറ്റ്ലാൻഡ്, കോൾ റീഫ്സ് പോലുള്ള എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ പ്രിവെൻറ്റ് കോസ്റ്റൽ എറോഷൻ, അതായത് കടൽ മണ്ണും എൻവയോൺമെൻറ്റൽ ഡീഗ്രേഡേഷനും കുറയ്ക്കുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നേച്ചർ നഷ്ടപ്പെടുത്തതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. പ്രൊട്ടക്റ്റ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, അതായത് ട്രഡീഷണൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയിൽ ലിവ്ലിഹുഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ കൺട്രോൾ അൺപ്ലാനഡ് അർബനൈസേഷൻ. ഇതിൽ പറയുന്നത് ഇല്ലീഗൽ ബിൽഡിങ്സും അൺകൺട്രോളബിൾ അർബനൈസേഷൻ തടയുന്നു എന്നാണ് പറയുന്നത്. ഇനി ചാലഞ്ചസ് ഇൻ കേരളയിൽ പറയുന്നത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് കടൽ തീരത്ത് ജനവാസം വളരെ കൂടുതലാണ്. കോസ്റ്റൽ ഇറോഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കടലാക്രമണവും ക്ലൈമറ്റ് ചേഞ്ചും കോസ്റ്റലിനെ ബാധിക്കുന്നു. പിന്നെ പറയുന്നത് ഫ്ലഡ് ആൻഡ് സീ ലെവൽ റൈസ്, അതായത് ഫ്ലഡും സീ ലെവൽ റൈസും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ബാലൻസ് ചെയ്യുകയും ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് മഡ് ബാങ്ക് ആൻഡ് ബാക്ക് വാട്ടർ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻസ് വേണം. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരളയിലെ കോസ്റ്റൽ മാനേജ്മെൻറ്റ് CRZ റൂൾസ് അടിസ്ഥാനമാക്കി
KCMZMA ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ബാലൻസ് ചെയ്യുക, ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത് സ്കൂളിൽ പുതിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പ്രിൻസിപ്പളിന് ഫൈനൽ പെർമിഷൻ കൊടുക്കുന്നത് ടീച്ചർക്ക് ഫൈനൽ ഡിസിഷൻ കൊടുക്കുന്നത്. അതിൻ്റെ ടീച്ചർക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുപോലെ ലാൻഡ് അക്വിസിഷൻ, സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടക്കുമ്പോൾ ഇത് ഗവൺമെൻറ്റിന് ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് ലീഗൽ അതോറിറ്റിക്കും ഉള്ള എന്ന ലോ പറയുന്നു. ആ ഗവൺമെൻറ്റിനെയാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസിനെ ലാൻഡ് അക്വിസിഷൻ റീഹാബിലേഷൻ റീസെറ്റിൽമെൻറ്റ് ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്ന കോമ്പൻസേഷൻ കൊടുക്കാനും റീഹാബിലേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് നടത്താനും ആക്റ്റിൽ പറയുന്ന എല്ലാ ഫങ്ഷൻസും ചെയ്യാനും അധികാരമുള്ള ഗവൺമെൻറ് ആണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിലുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന അവകാശങ്ങൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. യൂണിയൻ ആവശ്യങ്ങൾ, സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്ട്സ്, റെയിൽവേസ്, നാഷണൽ ഹൈവേസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊജക്ട്സ്, സ്റ്റേറ്റിലുള്ള ലോക്കൽ അതോറിറ്റീസ്. ഇനിയാണ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇനിഷ്യേറ്റ് ആൻഡ് സൂപ്പർവൈസ് ലാൻഡ് അക്വിസിഷൻ പ്രൊസീഡിങ്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആണ് ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഗവൺമെൻറ് ബിഗിനിങ് മുതൽ എൻഡിങ് വരെ എല്ലാ പ്രൊസീജിയേഴ്സും സൂപ്പർവൈസ് ചെയ്യുന്നതും. പിന്നെ പറയുന്നതാണ് ടു ഡെറ്റർമൈൻ വെദർ ദ അക്വിസിഷൻ ഈസ് ഫോർ എ പബ്ലിക് പർപ്പസ്. ഭൂമി ഏറ്റെടുക്കുന്നത് പബ്ലിക് പർപ്പസിന് വേണ്ടിയാണോ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്നതാണോ എന്ന് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നു. പിന്നെ ടു കണ്ടക്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വേർ റിക്വേർഡ്. അതായത് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് ആവശ്യമായ എടുത്ത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തി ഇത് ജനങ്ങൾക്ക് സമൂഹത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ഗവൺമെൻറ് പരിശോധിക്കുന്നു. പിന്നെ ടു എൻഷുർ ഫെയർ കോമ്പൻസേഷൻ ടു എഫക്റ്റഡ് ലാൻഡ് ലോഡ്സ്. അതായത് ഭൂമി നഷ്ടപ്പെടുന്ന ലാൻഡ് ഓണേഴ്സിന് ന്യായമായ കോമ്പൻസേഷൻ ലഭിക്കുന്നുവെന്ന് ഗവൺമെൻറ് ഉറപ്പാക്കുന്നു. പിന്നെ പറഞ്ഞ് ടു പ്രൊവൈഡ് റീഹാബിലേഷൻ റീസെറ്റിൽമെൻറ്റ്. ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് റീഹാബിലേഷനും റീസെറ്റിൽമെൻറ്റും ഗവൺമെൻറ് നൽകുന്നു. ടു ഇഷ്യൂ നോട്ടിഫിക്കേഷൻ ആൻഡ് ഡിക്ലറേഷൻ റിലേറ്റിംഗ് ടു അക്വിസിഷൻ. ലാൻഡ് അക്വിസിഷൻ സംബന്ധിച്ച് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഡിക്ലറേഷനും ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നു. പിന്നെ ടു റിസോൾവ് disputes and ensure compliance with the act. അതായത് ലാൻഡ് അക്വിസിഷനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട്സ് ഗവൺമെൻറ് പരിഹരിക്കുകയും ആക്റ്റിലുള്ള പ്രൊവിഷൻസ് ശരിയായി ഫോളോ ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്നത് പബ്ലിക് പർപ്പസിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയും ന്യായമായ കോമ്പൻസേഷൻ നൽകാൻ, റീഹാബിലേഷൻ റീസെറ്റിൽമെൻറ്റ് ഉറപ്പാക്കാൻ ആവശ്യമായ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാൻ, കൂടാതെ ബാധിക്കപ്പെടുന്ന ആളുകളുടെ അവകാശങ്ങൾ നിയമപ്രകാരം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് അതോറിറ്റി ആണെന്ന് പറയുന്നു. ഇനി ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, കൺവേർട്ടിംഗ് സ്റ്റേറ്റ് ഓണർഷിപ്പ് ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ. ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് എന്ന ഒരു വ്യക്തി, ഇത് അടുത്ത ടോപ്പിക്കാണ്, ഇതിൽ പറയുന്നതാണ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് എന്നൊരു വ്യക്തി ഭൂമി കൈവശം വെക്കാൻ, ഉപയോഗിക്കാൻ, അതിൽ നിന്ന് പ്രയോജനം നേടാൻ, മറ്റൊരാൾക്ക് കൈമാറാൻ ട്രാൻസ്ഫറുള്ള ലീഗൽ റൈറ്റ് ആണ്. പക്ഷേ ഈ റൈറ്റ്സ് ആബ്സല്യൂട്ട് അല്ല. സമൂഹത്തിന് ക്ഷേമത്തിന് വേണ്ടി സ്റ്റേറ്റിന് ചില അധികാരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലാൻഡ് ഓണർഷിപ്പ് സ്റ്റേറ്റിൻ്റെ അതോറിറ്റിക്ക് വിധേയമാണെന്ന് പറയുന്നു. അടുത്താണ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. ഓണർഷിപ്പ് ഓഫ് ലാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓണർഷിപ്പ് ഒരു വ്യക്തിയുടെ ഭൂമിയിൽ ലീഗൽ കൺട്രോൾ നൽകുന്നു.
പിന്നെ ഓണറിന് ഭൂമി കൈവശം വെക്കാം, ഭൂമി ഉപയോഗിക്കാം, ലീസ് ചെയ്യാം, മോർഗേജ് ചെയ്യാം, ഗിഫ്റ്റായി നൽകാം, സെല്ല് ചെയ്യാം. ഈ റൈറ്റ്സ് എല്ലാം ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷേ സ്റ്റേറ്റിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷന് ഈ റൈറ്റ്സ് വിധേയമാണെന്നാണ് പറയുന്നത്. അടുത്താണ് സ്റ്റേറ്റ് ഓണർഷിപ്പ്. സ്റ്റേറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓണർഷിപ്പ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലും കൺട്രോളിലും ഉള്ള ഭൂമിയാണ്. എക്സാമ്പിളാണ് ഫോറസ്റ്റ്, റിവർ, റോഡ്, പബ്ലിക് പാർക്സ്, ഗവൺമെൻറ് ബിൽഡിംഗ്, മറ്റ് പബ്ലിക് പ്രോപ്പർട്ടീസ്. ഈ ഭൂമികൾ പബ്ലിക് വെൽഫെയറിനും ഡെവലപ്മെൻറ്റിനും വേണ്ടി ഗവൺമെൻറ് മാനേജ് ചെയ്യുന്നു. പ്രൈവറ്റ് ലാൻഡ് ആയാലും പ്ലാനിങ്, എൻവയോൺമെൻറ്റ്, പബ്ലിക് സേഫ്റ്റി സംബന്ധിച്ച ലോസ് വഴി അതിൻ്റെ ഉപയോഗം റെഗുലേറ്റ് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി സ്റ്റേറ്റിനുണ്ടെന്നാണ് പറയുന്നത്. അടുത്താണ് കൺസെപ്റ്റ് ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ. കൺസെപ്റ്റ് ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എമിനൻറ്റ് ഡൊമെയിൻ എന്നാൽ സ്റ്റേറ്റിൻ്റെ ഇൻഹറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്. പബ്ലിക് പർപ്പസിന് വേണ്ടി ഓണറിൻ്റെ കൺസെൻറ്റ് ഇല്ലെങ്കിലും ഫെയർ കോമ്പൻസേഷൻ നൽകി ഗവൺമെൻറ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യണം. ഇനി എക്സാമ്പിൾസ് ആണ് റോഡ്, റെയിൽവേ, സ്കൂള്, ഹോസ്പിറ്റൽസ്, മറ്റ് പബ്ലിക് യൂട്ടിലിറ്റി പ്രൊജക്ട്സ്. ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എമിനൻറ്റ് ഡൊമെയിനിലുള്ളത്? അതായത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പർപ്പസ്, അതായത് ഭൂമി ഏറ്റെടുക്കുന്നതിനും ജനങ്ങളുടെ ന്യായമായ ഡെവലപ്മെൻറ്റിനും വേണ്ടി ആയിരിക്കണം. ഫെയർ കോമ്പൻസേഷൻ, അതായത് ഭൂമിയുടെ ഓണർക്ക് മതിയായമായ കോമ്പൻസേഷൻ ലഭിക്കണം. പിന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, ഭൂമി ഏറ്റെടുക്കുമ്പോൾ ലോയിൽ പറയുന്ന പ്രൊസീജിയർ കൃത്യമായി ഫോളോ ചെയ്യണം. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അതുകൊണ്ട് വ്യക്തികൾക്ക് ഭൂമിയിൽ ഓണർഷിപ്പ് റൈറ്റ്സ് ഉണ്ടെങ്കിലും ആ റൈറ്റ്സ് ആബ്സല്യൂട്ട് അല്ല. സ്റ്റേറ്റ്സിന് ഭൂമിയിൽ സോവറിൻ പവറുണ്ട്. പബ്ലിക് പർപ്പസിന് വേണ്ടി ഫെയർ കോമ്പൻസേഷൻ നൽകിയാൽ ലോയിൽ പറയുന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തും എമിനൻറ്റ് ഡൊമെയിൻ ഡോക്ട്രിൻ പ്രകാരം ഗവൺമെൻറ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്. അടുത്താണ് ലാൻഡ് ലോർഡ് ആൻഡ് ടെനൻറ്റ്. അതിലൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നതാണ്, നിങ്ങളുടെ ഒരു വീട് ഉണ്ടെന്ന് കരുതുക. അത് ഒരാൾക്കൊരു നിശ്ചിത കാലത്തേക്ക് താമസിക്കാൻ കൊടുക്കുന്നു. അതിന് പകരം അവർ എല്ലാ മാസവും റെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ലാൻഡ് ലോർഡ്, വീട്ടുടമ, ടെനൻറ്റും തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. ഈ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 റെൻറ്റ് കൺട്രോൾ ലോസും അനുസരിച്ചാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ടെനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെനൻ്റ് എന്നാൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ലീസ് എഗ്രിമെൻറ്റ് പ്രകാരം ഉപയോഗിക്കുന്ന, അവിടെ താമസിക്കുകയോ ചെയ്യുന്ന, അതിന് റെൻറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ്. പിന്നെ പറയുന്നതാണ് റൈറ്റ്സ് ഓഫ് ടെനൻറ്റ്. റൈറ്റ്സ് ഓഫ് ടെനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ടു പീസ്ഫുൾ ആൻഡ് എക്സ്ക്ലൂസീവ് പൊസഷൻ, അതായത് ടെനൻറ്റിന് പ്രോപ്പർട്ടി സമാധാനത്തിലൂടെ വേറെ ആരും അൺനെസസറി ഡിസ്റ്റർബ് ചെയ്യാതെ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺലോഫുൾ എവിക്ഷൻ, അതായത് ലോ ഫോളോ ചെയ്യാതെ ലാൻഡ് ലോണിക്ക് ടെനൻസ് ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ പറ്റില്ല. റൈറ്റ് ടു എസെൻഷ്യൽ സർവീസസ് ആൻഡ് ഹാബിറ്റഡ് പ്രിമൈസസ്, അതായത് ടെനൻസിന് വെള്ളം, ഇലക്ട്രിസിറ്റി പോലുള്ള ബേസിക് ഫെസിലിറ്റീസ്, താമസിക്കാൻ യോഗ്യമായ വീടും ലഭിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു പ്രൈവസി ആൻഡ് ക്വൈറ്റ് എൻജോയ്മെൻറ്റ്, അതായത് ടെനൻറ്റിനെ ലാൻഡ് ലോഡ് അൺനെസസറി ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്. ടെനൻറ്റിന് പ്രൈവസി സംബന്ധിച്ചിടത്തോളം താമസിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ഡ്യൂട്ടീസാണ് ടെനൻറ്റിലുള്ളത്? ടു പേ റെൻറ്റ് റെഗുലർലി, ടെനൻറ്റ് റെൻറ്റ് കൃത്യമായ സമയം അടയ്ക്കണം. ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ് കണ്ടീഷൻ, അതായത് ടെനൻറ്റ് പ്രോപ്പർട്ടി വൃത്തിയായ നല്ല കണ്ടീഷനിലും സൂക്ഷിക്കണം. പിന്നെ നോട്ട് ടു ഡാമേജ് ദ പ്രോപ്പർട്ടി ഫോർ കമ്മിറ്റ് വേസ്റ്റ്, ടെനൻറ്റ് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ചെയ്യരുത്. നോട്ട് ടു മേക്ക് സ്ട്രക്ചർ ഓൾട്ടറേഷൻ വിത്തൗട്ട് പെർമിഷൻ, ലാൻഡ് ലോഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ ബൈൻഡിങ്ങിന് പെർമനൻറ്റ് ചേഞ്ചസ്, സ്ട്രക്ചറൽ ഓൾട്ടറേഷൻ വരുത്താൻ പറ്റില്ല. പിന്നെ പറയുന്നത് ലാൻഡ് ലോഡ്, അതായത് ലാൻഡ് ലോഡ് പറയുന്നത് ലാൻഡ് ലോഡ് എന്നാൽ പ്രോപ്പർട്ടിയുടെ ഓണറാണ്. അവർ പ്രോപ്പർട്ടി ടെനൻറ്റിനും റെൻറ്റിനും പ്രകാരം ഉപയോഗിക്കാൻ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ റൈറ്റ്സ് ഓഫ് ദ ലാൻഡ് ലോഡ്, റൈറ്റ് ടു റിസീവ് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ലോഡിന് ടെനൻറ്റിൽ നിന്നും റെൻറ്റ് ലഭിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു റിക്കവർ പൊസഷൻ ആഫ്റ്റർ ദി ലീസ് പീരീഡ്,
ലീസ് പീരീഡ് കഴിഞ്ഞാൽ ലോ പ്രകാരം ലാൻഡ് ലോണിലെ പ്രോപ്പർട്ടി തിരിച്ച് കൈവശം എടുക്കാൻ കഴിയും. റൈറ്റ് ടു എവിക്ട് ദ ടെനൻറ്റ് ഓൺ വാലിഡ് ലീഗൽ ഗ്രൗണ്ട്സ്. അതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ലീഗൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രം ലാൻഡ് ലോണിന് ടെനൻസിനെ എവിക്റ്റ് ഉറപ്പിക്കാനും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റൈറ്റ് ടു ഇമ്പാക്ട് ദ പ്രോപ്പർട്ടി വിത്ത് റീസണബിൾ നോട്ടീസ്. അതിൽ പറയുന്നത് മുൻകൂട്ടി റീസണബിൾ നോട്ടീസ് നൽകി ലാൻഡ് ലോണിനെ പ്രോപ്പർട്ടി ഇൻസ്പെക്റ്റ് ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഡ്യൂട്ടീസ് ഓഫ് ദ ലാൻഡ് ലോഡ്. എന്തൊക്കെ ഡ്യൂട്ടീസാണ് ലാൻഡ് ലോഡ് ഉള്ളത്? ടു ഡെലിവർ പൊസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. ലാൻഡ് ലോഡ് പ്രോപ്പർട്ടി ടെനന്റിനെ കൈമാറണം. ടു എൻഷുർ പീസ്ഫുൾ എൻജോയ്മെൻറ്റ്. ടെനന്റ് പ്രോപ്പർട്ടി സമാധാനത്തോടെ ഉപയോഗിക്കാൻ ലാൻഡ് ലോണിന് ഉറപ്പാക്കണം. അൺനെസസറി ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. ടു മേക്ക് മേജർ റിപ്പയർ വിത്ത് നെസസറി. ഇതിൽ പറയുന്നത് ആവശ്യം വരുമ്പോൾ മേജർ റിപ്പയേഴ്സ് ലാൻഡ് ലോഡ് ചെയ്യണം. നോട്ട് ടു ഇൻ്റർഫിയർ വിത്ത് ടെനൻസ് ലോഫുൾ പൊസിഷൻ. ടെനൻസിൻ്റെ ലീഗൽ പൊസിഷനിൽ ലാൻഡ് ലോഡ് ഇടപെടരുത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ലാൻഡ് ലോഡും ടെനൻറ്റും തമ്മിലുള്ള ബന്ധം പരസ്പര അവകാശങ്ങളുടെയും കടമകളുടെയും അടിസ്ഥാനത്തിലാണ്. ലോ രണ്ടുപേരുടെയും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പ്രോപ്പർട്ടി ശരിയായ ഉപയോഗത്തിനും സമ്മതത്തോടെ എൻജോയ് ചെയ്യപ്പെടാനും ഉറപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.